ഹായ് 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 എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പയർ കൃഷിയിലാണ്. ഇവിടെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വേറെ പരിപാടിക്ക് പോകുന്നു. എൻ്റെ സാധനങ്ങളൊക്കെ എൻ്റെ ടൂൾസൊക്കെ ഉണ്ട് അവിടെ കിടക്കുന്നത്. അപ്പോഴാണ് ഇവിടെ അമ്മ പയർ പറിക്കുന്നുണ്ട്. നമ്മൾ ഇന്നാലൊരു ഷോട്ട് വിട്ടതായിരുന്നു പയർ പറിച്ച പയർ എത്ര കിട്ടി എന്നുള്ളതൊക്കെ. ഇതിപ്പോൾ നമുക്ക് ഒറ്റ പറിച്ചതാണ് അമ്മ. പയറിനും കേടുണ്ടല്ലേ? പയറിൻ്റെ ഉണ്ട് ഈ മോട്ടിൽ ഈ പുൽക്കേടുണ്ട്. നമ്മൾ വല്ലാതെ വിഷമൊന്നും അടിക്കാത്തതുകൊണ്ടാണ്. കഴിഞ്ഞില്ലേ? ഇപ്പോൾ ഇവിടെയൊക്കെ കിളികളും തിന്നുണ്ടോന്ന്. കിളികൾ അതെന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. വേറെ ഇല്ല കൊടുക്കണം പോലെ ആയിക്കോട്ടെ. ഞാൻ ഏതായാലും എൻ്റെ പരിപാടി ഇതല്ല, ഞാൻ വേറൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത ഒരു വെണ്ടയും അതുപോലെ തന്നെ മുളകൊക്കെ നട്ടതാണ്. പിന്നെ ഇവിടെയും കുറച്ച് പയറുണ്ട്. പക്ഷേ ഈ പയറിൻ്റെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉറുമ്പുകൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എവിടെയാണ് ഏത് സൈഡിലുള്ള അവിടെ അല്ലേ, ആ ഭാഗത്ത് കൂടെ ഒക്കെ ഉറുമ്പുകളുണ്ട് നന്നായിട്ട്. അപ്പോൾ എന്തായാലും അത് പിന്നെ നോക്കാം. പാമ്പും കുട്ടിയോ? എന്ത് പച്ചളി പാമ്പാ? അണ്ണല് തേയോ? വില്ലൂരാനാണോ പോലോ? അങ്ങനെ വില്ല് എടുക്കണ കാര്യമാണ് പകുതിയത്. അപ്പൊ ഞാനിതിങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞ് വന്നു. അതുകൊണ്ട് എന്തിട്ട് ഇങ്ങനെ അടിക്കും വണ്ടിയിട്ട് നിസ്സ കണ്ടിക്കണം. അത് നനക്കേന് നിസ്സ കണ്ടിക്കണേ എന്താന്ന് വേണ്ടി ചോദിച്ചു. പാമ്പടി പേടിയല്ല. പാമ്പുണ്ടാവും, നോക്കണം. ഞാൻ പറയല്ലോ അങ്ങോട്ട് പാമ്പുണ്ടാവും. എൻ്റെ പരിപാടി ഇതാണ്. ചൂണ്ടപ്പറ, ഇത് കുറച്ച് പോയാരാ, ഇത് നമ്മുടെ കത്തി, ഓൾ ടൂൾസ്. ഓക്കെ, ഞാൻ പറയാട്ടോ കുറച്ച് മീൻ പിടിച്ചിട്ടാ. അപ്പോൾ ഈ പാമ്പുകൾ ഞാൻ പറയാറുണ്ട്, നമ്മൾ ഈ തോട്ടിലും പാടത്തൊക്കെ നമ്മൾ ക്യാമ്പ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അത്ര സേഫൊന്നുമല്ല. ഇതിൽ ധാരാളമായിട്ട് പാമ്പുകളുണ്ട് എന്നുള്ളത്. അത് തന്നെയാണിപ്പോൾ അമ്മ പറഞ്ഞത്. പയർ പറിക്കുമ്പോൾ അതിൻ്റെ മേലേക്ക് വരെ ചെറിയ പാമ്പ് കുട്ടി കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് ഇവിടെ ഒരു പ്രാവശ്യം ക്യാമ്പ് ചെയ്താണ്. ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്തിരിക്കുമ്പോൾ എത്രത്തോളം നമ്മളടുത്ത് കൂടെ വരുന്നുണ്ടാവും പോകുന്നുണ്ടാവും എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ഇപ്പം തന്നെ സമയം എന്ന് പറയുന്നത് 5 മണിയായിട്ടുണ്ട്. ഈ 5 മണി നേരത്തെ ഞാൻ പോകുന്നത് തോട്ടുമക്കിന് തന്നെയാണ്. അവിടെയും ധാരാളം പാമ്പുകൾ ഉണ്ടാവാം. പക്ഷെ നമ്മളെന്നാലും പോകുമെന്നല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നമുക്ക് മീൻ പിടിക്കണമെങ്കിൽ മീൻ പിടിക്കാൻ കണ്ടിട്ട് പോവാം, അത്രേ ഉള്ളൂ. തോട്ടിൽ വെള്ളമൊക്കെ പറ്റി. ഇതിൻ്റെ മുന്നേ ഒരു ദിവസം നമ്മൾ തോട്ടിൽ നിന്ന് പരൽ പിടിച്ചിട്ട് നമ്മുടെ പരിപാടി എന്തായിരുന്നു, കുപ്പിക്കണി വെക്കാനായിരുന്നു. അതായത് കുപ്പിക്കണി വെക്കണമെങ്കിൽ നമ്മൾക്ക് വെള്ളം ഈ ഒരു ലെവലിൽ തന്നെ നിൽക്കണം. അന്ന് നമ്മൾ പരൽ പിടിച്ചു. അതിന് പിറ്റേ ദിവസം പെരും മഴ പെയ്തതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു, നമ്മുടെ ആ പരിപാടി ക്യാൻസലായി. അതുകൊണ്ടാണ് അന്ന് നമ്മൾ ക്യാമ്പ് ചെയ്താണ്ട് പരിപാടി അവസാനിപ്പിച്ചില്ല. എന്നാണെങ്കിൽ ഫിഷിങ് ആൻഡ് ക്യാമ്പിങ് ആയിരുന്നത്. പിന്നെ ഇപ്പോൾ ഈ നേരത്തെ കമ്പം ചൂണ്ടയിടാൻ പോകാം എന്നുള്ളത്. അപ്പോൾ ആ ഒരു കമ്പത്തിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങുകയാണ്. പാടത്താണുള്ളത്. ആ സൈറ്റിൽ കത്തട്ടാ. ഈ ഒരു സൈറ്റിലൊക്കെയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കാണാതിരിക്കുക. നമുക്ക് പോകേണ്ട കുറച്ചുകൂടി മേലേക്കാണ്. നമ്മളന്ന് പരൽ പിടിച്ചില്ലേ ആ കുണ്ട്, അതുപോലെ തന്നെ നമ്മൾ വെട്ടിപ്പിടിക്കാൻ നൈറ്റിൽ ഇറങ്ങിയിരുന്ന ആ ഒരു കുണ്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇതിലൊന്ന് റിസ്ക് പിടിച്ച് പോകണ്ട. നമ്മുടെ കയ്യിലാണെങ്കിൽ സാധനങ്ങളുണ്ട്. ഈ കയ്യിൽ കത്തി ഇതൊക്കെ ഉണ്ട്. കത്തിനെ ഞാൻ താഴെഭാഗത്തേക്കൊക്കെ വെച്ചേക്കാം. അതായത് വീണ് കഴിഞ്ഞാൽ നമുക്ക് പരിക്കൊന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കുണ്ടിലൊക്കെ ഇട്ട് നോക്കിയാൽ സാധ്യത ഉണ്ട്. ശരി, നമ്മൾ കുറച്ചുകൂടി ഒഴിഞ്ഞ സ്ഥലം നോക്കി പോയിരുന്നിട്ടാ. കാരണം ഇവിടേക്ക് ഈ പുല്ലും കാട് മൂടി കിടക്കണോണ്ടേ എന്തെങ്കിലുമൊക്കെ ഒന്ന് അഴിഞ്ഞ് വന്നാൽ പോലും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ലല്ലോ. ഓക്കെ, പോവാണ്. ഞാൻ ചൂണ്ടുണ്ടാക്കിയിരുന്നില്ല. അപ്പോൾ ഇതൊരു 60 mm ഈർപ്പിയാണ്. ഇത് ഞാനിപ്പോൾ തൽക്കാലം ഇതിന് വേണ്ടിയിട്ട് മാത്രം വാങ്ങിച്ചതാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു പോയി. നമ്മുടെ മറ്റേ വലയൊക്കെ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചതാണ്. ഇതൊരു മീഡിയം വലിപ്പത്തിലെടുത്തു കട്ട് ചെയ്തു. കൊക്ക പതിക്കണം. വലിയ സൈസ് കൊക്കയൊന്നുമല്ല, ഞാൻ ചെറിയ സൈസ് കൊക്കയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിന് ഏതാണ്ട് ഒന്നിന് 3 രൂപയാണ്. പക്ഷേ എനിക്ക് അവർ വെറുതെ തന്നതാണത്. നമ്മൾ സ്ഥിരമായിട്ട് എന്താ പറയുക ഇടവൈകുന്ന ഒരു കടയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഫ്രീ ആയിട്ടാണ് തന്നത് സാധനം. ഇങ്ങനെ ചുറ്റിക്കൊടുക്കുക. ഒരു 2, 3, 4 ചുറ്റ്. ഞങ്ങൾക്ക് അറിയാലോ അല്ലേ, പതിക്കാൻ അറിയാത്ത ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ചെറുക്കന്മാരായിക്കാരം, ചെറിയ കുട്ടികളായിരിക്കും. അല്ലാത്തവർക്കൊക്കെ ഇപ്പോൾ
ഒക്കെ വയ്ക്കാനൊക്കെ അറിയില്ല. അത്രേ ഉള്ളൂ. സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി ഈ സാധനം മീൻ കൊത്തിയും കരുതിയാണ്ട് കഴിഞ്ഞു പോകില്ല. ഈ ഒരു വടീനെ ഞങ്ങൾ ചൂണ്ട കിട്ടുന്ന വടീനെ ഞങ്ങൾ ചൂണ്ടപ്പറ എന്നാണ് പറയാറ്. അപ്പോൾ അതൊരു ചെറിയൊരു പറയുന്നതാ, ആകെ ഒരു മീറ്ററൊക്കെ ഉള്ള ചെറിയൊരു പറ. അപ്പോൾ ഒരു പറയിൽ കെട്ടി കൊടുക്കണം നമുക്ക്. പൊങ്ങ് സിഗ്നൽ വേണമെന്നൊന്നുമില്ല എനിക്ക്, പക്ഷേങ്കിൽ സിഗ്നൽ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലത്. നമ്മളതൊന്ന് ഒരു ചെറിയൊരു പീസ് എടുക്കുക, കട്ട് ചെയ്യാം, അത്രയും മതി. നമ്മുടെ പൊങ്ങ് അതുകൊണ്ട് ഫിനിഷിങ് ആക്കാം. ഇത് ചിലപ്പോൾ മീൻ കിട്ടിക്കോളം തന്നെ അല്ല, ചിലപ്പോൾ മീൻ കിട്ടാതെ അവർക്ക് ഈ വീഡിയോ അവസാനിക്കാൻ വേണ്ടി പോകുന്നത്. അവരെന്നോട് ദേഷ്യപ്പെടരുത് ദയവേത്. നമ്മൾ വീട്ടിൽ നിന്ന് കളച്ചുകൊണ്ട് വന്നിട്ടുള്ളതാണ് പുയര. അപ്പോൾ അതിന് നമുക്ക് ഇവനോട് തീർക്കാം. ഇവനെന്തോ ഒരു അർജൻറ്റ് ഉണ്ട്, എവിടെക്കോ പോയിട്ട് എന്തോ അത്യാവശ്യമുണ്ട്. അത്യാവശ്യക്കാർ ആദ്യം പോയിക്കോട്ടെ, നമുക്ക് അതന്നെല്ലാം വേണ്ടേ അല്ലേ. നമ്മളെന്താ വെച്ചാൽ സൈലൻ്റ് ആവണം. ഇതാണ് നമ്മൾ ചൂണ്ടലിൻ്റെ പൊങ്ങ് കാണുന്നത്. നമുക്കിങ്ങനെ അരുവൊക്കെ ഇട്ട് കൊടുത്തേക്കാം. വയറിലൊക്കെ വരിക. മൈ ഗോഡ്, നമുക്ക് ആദ്യത്തെ ഷോട്ടിൽ തന്നെ ഒരു കോട്ടിയെ കിട്ടിയേക്കാണ്. ഇത് ഞങ്ങളവിടെ കോട്ടി എന്നാണ് പറയുന്നതിന്. ഒരു ചെറിയ കറിക്കുള്ള പെരലും കൂട്ടിയാലും മതിയിട്ടാണ് നമുക്ക് പിടിച്ചു നോക്കാം മാക്സിമം. ഇത് ലൈവ് ഷോട്ടായിരുന്നു, നിങ്ങൾ കണ്ടല്ലേ. ഓ, ഇതിന് മുള്ളുണ്ടാവും കുത്തത്. ഈ ആളറിയോ? ബിരുദാനന്ദ വിരുദ്ധനാണ്. ആണ് നമ്മളെ ഒന്ന് ആസാക്കണം. കൊത്തടി എനിക്കറിയാം, നിൻ്റെ ഉടായ്പ പരിപാടിയൊക്കെ എനിക്കറിയാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെരുപ്പ് നിനക്ക് തരുന്നത്. നീ ഇതിനെ കടിക്കടാ കടിയടാ. എൻ്റെ ഒരു ഇക്കറ് പോയില്ലേ? ഒന്ന് പോയില്ലേ? ഇല്ല, ഒന്ന് പോയി. മറ്റോ പോയില്ലോ. ആ മതി. ഞണ്ടാണ്, ഇറക്കി കഴിഞ്ഞാൽ വലിയ പണിയാവും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ അടിച്ചു വന്നത്. പിന്നെ ഇറക്കി കഴിഞ്ഞാൽ വമ്പ പണിയാണ്. ചെറുതാ, ഇളവനാ. എന്തായാലും ആന കിട്ടിയിട്ടുണ്ട്. അവൻ്റെ ഒന്നതായി ഇറങ്ങിപ്പോയി നിൽക്കും. അതിൻ്റെ ഒരു കോക്കും കൂടി ഉണ്ടാവും. ഇത് നല്ല ചുമക്കൊക്കെ പറ്റും, കഫക്കെട്ടിനൊക്കെ പറ്റിയ സാധനമാണ് ഞണ്ട് എന്ന് പറയുന്നത്. കിട്ടുകയാണെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ ഞണ്ട് ചമ്മന്തി അരക്കാൻ, നമുക്ക് ചമ്മന്തി അരക്കാം ഞണ്ടുകൊണ്ട്. വേറെ വിഷയം എന്താ പറയുക, കാലാവസ്ഥ വില്ലനായി. നല്ല കാറ്റടിക്കുന്നുണ്ട്. കണ്ടാ, നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇത് വെള്ളമില്ലാത്തൊരു കുണ്ടിലാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കണം, നോക്കണം. പിന്നെ മഴ വരുന്നുണ്ട്, മഴ പെയ്യും. എസ്കേപ്പ് ആകേണ്ട ഒരു സാഹചര്യമാണ് കാണുന്നത്. നമുക്കൊരു അനാബസും കൂടി കയറിയേക്കാണ്. അതിന് ഞങ്ങളവിടെ കറൂപ്പ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് അനാബസ് എന്നും പേരുണ്ട്. ഇതിന് ഒരുപാട് പേരുകളുണ്ട് ഓരോ നാട്ടിൽ. പുള്ളത്തിനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുകളുണ്ട്. ഇതിന് ഞങ്ങൾ കറൂപ്പ് എന്നാണ് പറയൽ. ഇതൊന്ന് കയറിയിട്ടുണ്ട്. മീൻ കിട്ടുന്നുണ്ട് നമുക്ക്. ഞാൻ ഇറങ്ങി പിടിച്ചൊന്നല്ല കേട്ടോ, ചൂണ്ടലുമ്പോൾ കിട്ടണ്ട. ഞാൻ എന്താ വെച്ചാൽ ക്യാമറ ഓഫാക്കി വെക്കുമ്പോഴേക്കാണ് അത് കുത്ത കൊല്ലിട്ടേ. മഴ തുള്ളിയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ സീനായി. ഞാൻ പറഞ്ഞില്ല സീനാകും. സീനാണെങ്കിൽ സീന. ഞാൻ ഇവിടെ ഇലയൊക്കെ ചൂടി കുത്തിരിക്കുക, വായൻ്റെ ഇല. ഒരിലും കൂടി മുറിച്ച് വെച്ചിട്ടുണ്ട്, ക്യാമറയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. സീനാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഷോട്ടും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടേക്ക് പറ്റില്ല. ഞാൻ കൊടുവ നിർത്തില്ലല്ലോ, മഴ അങ്ങനെ പെയ്യല്ലോ. നമ്മളുടെ മീൻ പിന്നൊന്നും കൊത്തിയിട്ടില്ല കേട്ടോ. നമുക്ക് ആ കിട്ടിയ ഐറ്റംസാണ് ഈ കിടക്കുന്നത് ഇവിടെ. പിന്നൊന്നും കൊത്തിയിട്ടില്ല. കൊത്തുമായിരിക്കും. കൊത്തുണ്ട് കണ്ടോ, അത് കൊത്തണം. കൊത്തുണ്ട് കേട്ടോ, പേരലാണ്. മഴ തകൃതിയായിട്ട് പെയ്തുകൊണ്ട് തന്നെയാണ്. ഞാൻ ചെറിയൊരു കുട്ടിപ്പേര ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ നൈസായിട്ട് കുത്തിരിക്കാം. മഴ അല്ലാതെ തകൃതിയായിട്ട് പെയ്തുകൊണ്ട് നിൽക്കണം. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മൾ മിക്കവാറും ഈ കപ്പക്കെട്ട് കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ടേ എസ്കേപ്പ് ആവേണ്ടി വരും. ഇപ്പോൾ മഴ കൊള്ളാതിരിക്കാൻ തൽക്കാലം ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷെഡാണ്. വല്ലാത്ത ആയി.
രക്ഷയില്ല, നല്ല പെയ്ത്ത. കുറേ നേരം അരമണിക്കൂറോളൊപ്പം നിന്ന് പെയ്തുകൊണ്ട് തന്നെയാണ്. ചെങ്ങന്മാരാകെ ഇരുടായിപ്പോയി. ആകെ ഇരുടായി. ഞാൻ നിന്നിരുന്ന സ്പോട്ട് ആ ഭാഗത്തേക്കായിരുന്നു. അവിടെ നിന്ന് ഞാൻ വന്നിട്ടൊരു ഒഴിഞ്ഞ സ്ഥലത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. മഴ പെയ്തിട്ടേ അവിടെ ഞാൻ പാഞ്ഞതാണ്. ഇവിടെ ഒന്ന് ഇട്ട് വെച്ചിട്ട് കുറച്ച് നേരം ആയി. വല്ലതും ഉണ്ടെങ്കിൽ പൊങ്ങൊന്നും അറിയില്ല. ഇല്ല, ഒന്നുമില്ല. ആകെ ഇരുടായി. മഴ പെയ്ത് നമ്മളുടെ എല്ലാ പ്ലാനും തകർത്ത്. ഓടി ബാബ ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട്, അതേ ടോർച്ച്. ശരി, ഞാൻ ഓണാക്കുന്നില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോയിട്ട് നമുക്ക് ഈ ഒരു ഞണ്ടിനെ ചമ്മന്തി അരക്കാം. ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയത്. ആകെ ഒരു കൂട്ടി, ഒരു കറുപ്പും പിന്നെ ഒരു ഞണ്ടും. ഇവിടെ കഴിഞ്ഞ ഞണ്ട് ചമ്മന്തി ഉണ്ടാക്കുമോ? ചെറുതാണ് ഉണ്ടാക്കോ? ചെറിയത് ഞണ്ടാണ്. ഈ കഫക്കെട്ടിനൊക്കെ അല്ലല്ലേ കേട്ടോ. ഓക്കെ, അതുണ്ടാക്കട്ടെ. ഉണ്ടാക്കുന്നത് കാണിച്ചരാ. ആയക്കല അത് ഞാൻ ഉണ്ടെന്നല്ല, ആ കാർത്തത് ഇറക്കി വെച്ചാണ്. ഓക്കേ, ചെങ്ങന്മാരത് വീട്ടിൽ നമ്മളുടെ അടുപ്പാണ്. നമ്മുടെ പരിപാടി, നമ്മളുടെ ഞണ്ട് ഇവിടെ ഇതിലെടുത്തോ കേട്ടോ. എൻ്റെ കയ്യിൽ ടോർച്ചും ഉണ്ട്, ഇതുകൊണ്ട് ചോറടച്ച് വെച്ചു. കാര്യമുണ്ടല്ലേ നല്ല ചോറുപ്പായിട്ടുള്ളൂ. ഞണ്ട് ചുടുമ്പോഴൊരു മണമുണ്ട് മക്കളെ. അയലോക്കത്തൊക്കെ അറിയും. ഈ 2 മീനിനെ നമുക്ക് നൈസായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അതും തന്നെ ഓ ചെയ്തോ അല്ലേ. ഈ ഞണ്ട് ചുട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിട്ടാണ്. അപ്പം അയലോക്കത്ത് കൂടെ ഒക്കെ അറിയത്തത്. അയ്യോ, കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും കൊടുക്കാനില്ല. പിന്നെ അപ്പം നമ്മൾ പിടിച്ച ഞണ്ട് ഞാൻ റെഡിയാക്കി തരാം. കൊണ്ടാ ഇതിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ടേക്കാരും തിന്നാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ആള്. അതായത് ഇക്കറാണ്. ബാക്കിയുള്ള അതിൻ്റെ ഉടല് നമ്മൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യമായിട്ടായിരിക്കും ഞണ്ടിനെ തിന്നാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അങ്ങോട്ട് അവിടെ സൂപ്പറാണ് പോലോ. ഇത് കുറച്ചൊന്നിട്ട് വേവ് കൂടിയ പോലെ തോന്നിക്ക് കൂടിയൊക്കെ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ ഇക്കറിൻ്റെ ചെറിയ ഇതില്ലേ നഖം അത് കിട്ടും. ഉണ്ടോ ഇവിടെ കഴിഞ്ഞു പോയി. ഒരു ഇക്കറും കൂടി ഉണ്ടെന്നല്ലോ അവിടെ. 2 ഇക്കറല്ലേ? 1 ഇക്കർ ഞങ്ങൾ ആദ്യം പൊട്ടിച്ചു. 1 ഇക്കറും തന്നോ? നമുക്ക് 1 മീനാണ് കിട്ടിയതെങ്കിൽ ആ 1 മീനിന് നമ്മൾ കൊന്നിട്ടുണ്ടെങ്കിൽ തിന്നണം. അത് തിന്നോ. ഇതൊക്കെ നല്ല ഇറച്ചിയ, ചൂടുണ്ടല്ലേ. അങ്ങെടുത്ത പോലെ കറുപ്പിനെ നമ്മൾ ഓക്കെ. ഇത് നമ്മുടെ ഞണ്ട് അതുപോലെ തന്നെ ചീനാപ്പറങ്കി, പിന്നെ കുരുമുളക്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടുക. എന്നിട്ട് നമുക്ക് മിക്സ് അടിക്കാം അല്ലേ. അതായത് നമ്മളുടെ ഞണ്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കണ്ടങ്ങള് അടിപൊളിയായിട്ട്. അതായത് നമ്മൾ ഞണ്ട് ചീനാപ്പറങ്കി കുരുമുളക് ഇട്ടിട്ട് നമ്മൾ ജാറിൽ അടിക്കും, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട്. അതിനുശേഷം നമ്മൾ അതൊന്ന് ഡ്രൈ ആയിട്ടാണ് കിട്ടുക. ഇതുപോലെ ആവില്ല. അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്മൂത്തായിട്ട് കിട്ടും. വേണ്ട, നല്ലൊരു ചമ്മന്തിയായിട്ട് മാറിയിട്ടുണ്ട്. അടിപൊളി സാധനം അല്ലേ. കുറച്ചൊന്ന് ഇപ്പം തന്നെ എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വായിൽ കപ്പലുണ്ട്. ഓ മോനെ, ഉപ്പുണ്ടോ? കുരുമുളകൊക്കെ ഇട്ട് ടൈറ്റാണ്. ഉപ്പൊക്കെ പാകാം. അടിപൊളി സാധനം. എന്നാൽ പിന്നെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത നല്ല മണിയായിട്ട് പിന്നെ വരാം. എന്താ നല്ല ഇങ്ങനെ നല്ല പ്രതീക്ഷിച്ചിരുന്ന പക്ഷെ സംഭവിച്ചു പോയത് ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.